ഞാൻ പറഞ്ഞത് അവിടെയും തീർന്നില്ല. ഈ പ്രപ്പോസൽ ആകുന്നു. പക്ഷേ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ലേബറിക്ക് വേറെ ബാധ്യതകളുണ്ട്. ഫെഡറൽ ബാങ്കിൽ നിന്ന് ഫാദർ ആവശ്യത്തിന് ലോൺ എടുത്തിട്ടുണ്ട്, മറ്റുണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ വേറെ പലയിടത്തും എടുത്തിട്ടുണ്ട്. ആ പടം ക്ലാഷായി. പിന്നെ KFCയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ പോകണം 50 ലക്ഷം രൂപ പാസ്സാവണമെങ്കിൽ. അവിടെ കുറേ മാസങ്ങളെടുത്തു. ഒടുവിൽ സ്കൂൾ തുറക്കേണ്ടതിന് 1 മാസം മുമ്പായിട്ടും ന്യൂസ് പ്രിൻ്റ് എടുക്കണമെങ്കിൽ ഈ പൈസ കൊടുക്കണ്ടേ. ഏതാണ്ടൊരു മാർച്ച് മാസം കഴിഞ്ഞു, ഏപ്രിൽ പ്രൊഡക്ഷൻ തുടങ്ങണം. അവസാനം എല്ലാം പാസ്സായി. കോട്ടയത്ത് ഇനി ചെന്നാൽ ചെക്ക് കിട്ടും എന്നുള്ള അവസ്ഥയിലെത്തി. അപ്പോൾ എല്ലാവരെയും ഞാൻ വിളിച്ച് പറഞ്ഞു, ഏത് നമുക്ക് പേപ്പർ തന്ന പാർട്ടികൾ മറ്റ് സപ്ലയേഴ്സ് എല്ലാവരും പറഞ്ഞു ഇന്ന ദിവസം കാശ് കിട്ടും, നിങ്ങളെല്ലാം ഒന്ന് തീരും. അവരെല്ലാം കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക വീട്ടിൽ. അപ്പോൾ ഇങ്ങനെ പ്രോസസ് നടക്കുന്നത് അവർക്കറിയാം. സ്റ്റാഫിന് സാലറി ഞാൻ പറയുന്നത് അടുത്ത മാസത്തെയും കൂടെ ഉൾപ്പെടെ സാലറി ഇപ്പം ഇത് ലോൺ റെഡി ആയിരിക്കുന്നു. എല്ലാവരും ആവേശത്തിലാണ്. ഞാൻ പ്രശ്നമുണ്ടല്ലോ, നിങ്ങളുടെ നോക്കുമ്പോൾ വേറെ വർക്കിംഗ് ക്യാപിറ്റൽ ലോൺസ് നിൽക്കുന്നത് കൊണ്ട് ഇത് ഇപ്പോൾ അത് തടസ്സമാണല്ലോ, പ്രതിസന്ധിയിലാവുമല്ലോ. നിങ്ങൾ ആ കാര്യം മറ്റ് ബാങ്കുകളിൽ നിന്നുള്ളതിൻ്റെ ഒന്നും കണക്ക് ഞങ്ങൾക്ക് തന്നിരുന്നില്ലല്ലോ. അതുകൊണ്ട് ഇതെങ്ങനെയാണ് ഇത് ഡ്യൂപ്ലിക്കേഷൻ വരില്ലേ, എങ്ങനെ എന്തോ ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. വേറെ ബാങ്കുകളിൽ നിന്ന് ഇതേ ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റിന് ആനുപാതികമായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ കൊടുക്കാൻ പറ്റുള്ളൂ. അത് ഓൾറെഡി ഒത്തിരി ഇടത്തുനിന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാനങ്ങ് വേർത്ത് ഏതാണ്ട് തലകറങ്ങി വീഴുന്ന അവസരത്തിൽ പുള്ളി ഒരു ഫയലൊക്കെ മടക്കി വെച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, കഴിഞ്ഞ 3-4 മാസമായിട്ട് നിങ്ങളെ എനിക്ക് നന്നായിട്ടറിയാം, നിങ്ങളുടെ പ്രസ്ഥാനം അറിയാം, നിങ്ങളുടെ നടത്തുന്ന നടപ്പ് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ തടയുന്നില്ല, ഞാൻ ചെക്ക് അങ്ങ് ഒപ്പിട്ട് തരികയാണ് എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ ചെക്കാണോ എഴുതിയെന്ന് ഞാൻ ഓർക്കുന്നില്ല, തരികയാണ്. മനസ്സിലായില്ലേ? അപ്പം ഇതൊക്കെ ഒരു സംഭവമാണ്. ഇതിനുശേഷം എന്തെല്ലാം ഇതുപോലെ തന്നെ എത്രയെത്ര ക്രൈസിസുകളെ, പ്രതിസന്ധികളെ ഓരോ ദിവസവും അതിജീവിച്ച് നമ്മൾ തീക്കകത്ത് കുരുത്ത ഒരു സാധനത്തെ അങ്ങനെയൊന്നും വാടിക്കില്ല. ആ ഒരു ആത്മവിശ്വാസത്തിലല്ലേ ഞാനിപ്പോഴും ഈ മരങ്ങാട്ടിലിരുന്നുകൊണ്ട് ഈ കളി കളിക്കുന്നത്.